വെൽക്കം ടു ശ്വേതാസ് ഡയറീസ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നാട്ടിൽ പോയപ്പോൾ മൂന്നാർ ഒന്ന് കറങ്ങാൻ പോയായിരുന്നു. അപ്പോൾ 1-2 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു. ലിമിറ്റഡ് ടൈമിൽ അത്യാവശ്യം കുറച്ചേറെ സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാനും പറ്റിയിട്ടില്ല. കാരണം ഒത്തിരി പ്ലേസസ് ഉണ്ടല്ലോ. മൂന്നാറെന്ന് പറയുമ്പം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത്ര സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്തു കണ്ടു തീർത്തു. പിന്നെ മൂന്നാറെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ടീ ആണ്. ചായ തോട്ടങ്ങളും അങ്ങനത്തെ ചായ, കാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുപോലെ തന്നെ ഫുൾ ടീ എസ്റ്റേറ്റ്സ് ആണ് പോകുന്ന വഴിക്കും അവിടെല്ലാം മൂന്നാറിൽ. ഞങ്ങളവിടെ ആദ്യം തന്നെ പോയത് ടീ മ്യൂസിയത്തിലാണ്. കാരണം മൂന്നാറിൽ പോയിട്ട് ഒരു ചായയുടെ മ്യൂസിയം കണ്ടില്ലാന്ന് പറയുമ്പോൾ അത് മോശമല്ലേ? അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് തന്നെ അങ്ങ് ഞങ്ങൾ വിട്ടു. ആകപ്പാടെ ഞാൻ നാട്ടിൽ 1-2 ടൈപ്പ് നമ്മൾ ചായ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പം കുറേ വെറൈറ്റി ഓഫ് ടീ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ടീ മ്യൂസിയത്തിൽ ഇങ്ങനെ അവരിങ്ങനെ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്, അതിൻ്റെ പറിക്കുന്നത് തൊട്ട് ലീഫ് ഉണക്കുന്നത്, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സസ് മെഷീൻസിനകത്ത് ഇടുന്നതും ഫിൽറ്റർ ചെയ്യുന്ന എടുക്കുന്നതും അതിൻ്റെ വേസ്റ്റ് കളയുന്നതും എല്ലാം അവരിങ്ങനെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പല ഇതിലായിട്ടാണ് വരുന്നത്, പല ബക്കറ്റിലാണ് വരുന്നത്. ഇപ്പം സൈസാന്ന് തോന്നുന്നു പവറിൻ്റെ. വൈഡ് വെറൈറ്റി ഓഫ് ടീ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈക്ക് ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, വൈറ്റ് ടീ, പിന്നെ എന്തായിരുന്നു ഓർത്തഡോക്സ് ടീ, CTC ടീ, പിന്നെ ഓർഗാനിക് ടീ, പിന്നെ ഫ്ലേവേർഡും സെൻറ്റഡും ആയിട്ടുള്ള ടീ, അങ്ങനെ പലതരത്തിലുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നത്. ഈ ഗ്രീൻ ടീ ആണ്, ബ്ലാക്ക് ടീ ആണ്. ഗ്രീൻ ടീ ഉണ്ട് ഓപ്പറേഷൻ ഫെർമെൻറ്റേഷൻ്റെ ഡയറക്റ്റ് ഡ്രൈ ആകും. ഇതിന് പാല് ഒഴിക്കാൻ പാടില്ല, പഞ്ചസാര ഇടാൻ പാടില്ല. ബ്ലാക്ക് ടീ ഓപ്പറേഷൻ വേണ്ടി ഡ്രൈ ആകും. ഇത് വേസ്റ്റാണ്. അത് 4 കിലോ ഇലയ്ക്ക് 1 കിലോ ചാപ്പ് ഇട്ട് 3 കിലോ വേസ്റ്റ് പോകും. സോ ലൈറ്റ് വിൽ സ്ട്രോങ് വിത്ത് ടീ ബാഗ്. ടീ ബാഗ്സ് മോർ കളർ ലെസ് ടേസ്റ്റ്, മോർ ടേസ്റ്റ് ലെസ് കളർ എടുത്താൽ. അങ്ങനെ എക്സ്പ്ലനേഷനൊക്കെ ചായയുടെ കേട്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അടുത്തത് ഷോപ്പിങ്ങിനാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഒത്തിരി ചായ, കാപ്പി, ചോക്ലേറ്റ്സ്, പിന്നെ ഫിൽറ്റർ കോഫി, ബ്രൂ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം അവിടെ പൊതുവേ ചായ, കാപ്പി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ദ കപ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത് റിപ്പിൾ കാരുടെ ടീ ആയിരുന്നു. അപ്പം അതിൻ്റെ ആയിരുന്നു മെയിൻ. അത് ടീ മ്യൂസിയവും എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോയി. പോകുന്ന വഴി മൊത്തം ടീ എസ്റ്റേറ്റ് ഇങ്ങനെ അങ്ങ് കിടക്കുക വഴി നീളെ. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് എലിഫന്റ് പാർക്കിലാണ്.
അവിടെ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒന്ന് കയറി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ പോയി. അപ്പോൾ അവിടെ എലിഫന്റ് സഫാരിയൊക്കെ ഉണ്ടായിരുന്നു. എലിഫന്റ് സഫാരിക്ക് പോണോ വേണ്ടയോ എന്നൊക്കെ കുറച്ച് ആലോചിച്ച് ഇങ്ങനെ നിന്നു. ഈ ആനയൊക്കെ റെഡിയായി പോകുന്നത് കണ്ടപ്പോൾ തിരിച്ച് വരുമോ, അതിന് വല്ല മതവിളകിയാലോ എന്നൊക്കെ വിചാരിച്ച്, പിന്നെ സമയവും ഇല്ല, ഇതിനൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു സമയമാവും എന്നൊക്കെ വിചാരിച്ച് പിന്നെ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻസിലേക്ക് അങ്ങ് കയറി. അവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ചെടിയും കായും ഒക്കെ കണ്ട് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചാണ് കയറിയത്. ഏതായാലും ഇവിടെ ചെന്ന് ഇഷ്ടംപോലെ പൂവും കായൊക്കെ ഉണ്ടായിരുന്നു. പല ടൈപ്പിലെ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, ഫ്രൂട്ട് ട്രീസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ അതിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. ചോക്ലേറ്റ് ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് കുറേ ചോക്ലേറ്റും അതും ഇതുമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. അപ്പോഴത്തേക്കിനും ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. ഓൾറെഡി അവിടെ ഫുൾ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇച്ചിരിയും കൂടെ അവിടെ വെയിറ്റ് ചെയ്താൽ നല്ല ലൈറ്റിംഗ് ഒക്കെ കാണും അങ്ങനെയൊക്കെ വിചാരിച്ചു. ഏതായാലും ആ ഫുൾ ഏരിയ നടന്ന് വരുമ്പോൾ തന്നെ കുറേ നേരം എടുക്കുമല്ലോ. ഏതായാലും മൂന്നാറിലെ ബോട്ടാണിക്കൽ ഗാർഡൻ എല്ലാം അടിപൊളിയാണ്. ഓരോന്നിനും അതിൻ്റേതായ ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒരിടത്ത് ഫ്ലവേഴ്സ് കൂടുതലായിരിക്കും, വേറൊരു സ്ഥലത്ത് ക്യാക്ടസ് ചെടികളായിരിക്കും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. എന്തോ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആണ് എല്ലാം കാണാൻ. പക്ഷേ ഇതേ ചെടികൾ വീട്ടിൽ കൊണ്ട് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം. അങ്ങനത്തെ കുറച്ച് കഷ്ടപ്പാട് കാരണം എനിക്ക് വല്ലയിടത്തും പോയി ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ സ്വന്തമായിട്ട് ചെടി നട്ട് വളർത്താൻ കുറച്ച് താല്പര്യമില്ല. പിന്നെ ചെടി വലിയ താല്പര്യമില്ല എന്ന് പറയുന്നത് കേട്ട് ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ലവേഴ്സ് ഉണ്ടെങ്കിൽ ആരും ഒഫൻഡഡ് ഒന്നും ആവണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട് കിളിപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് ഭംഗിയായിട്ട് ഗാർഡൻ വെക്കാം. ഏതായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നപ്പോൾ മനസ്സിലായി ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഏതാണ്ടൊക്കെ ഈവനിങ്ങിൽ കുറേ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ആരാണ്ട് ഗസ്റ്റ് വരുന്നു, പിന്നെ DJ ഉണ്ട്, മ്യൂസിക് ഫങ്ഷൻ ഉണ്ട്, മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഏതാണ്ടൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. അപ്പോഴത്തേക്കിനും ഓൾറെഡി ഇരുട്ടി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ തന്നെ പോയേക്കാം എന്ന് വിചാരിച്ചു. പിന്നെ കൂടുതലൊന്നും DJക്ക് നിന്നില്ല. ജസ്റ്റ് മ്യൂസിക്കൽ ഫൗണ്ടൻ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പോയ ബാക്കിയുള്ള സ്ഥലങ്ങൾ മൂന്നാറിലെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു.
watching the video. See you in the next one. Bye bye.